വാഴ 2 നേടുന്ന ഗംഭീര വിജയം. കാരണം തിയേറ്ററിൽ എല്ലാ ദിവസവും 2 ദിവസം 3 ദിവസമൊക്കെ ടിക്കറ്റ് ഫുള്ളാണ് ലോകമെമ്പാടും. കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓരോ സെന്ററുകളിലും 2-3 ദിവസം ടിക്കറ്റ് ഫുള്ളാണ്, കിട്ടാനേ ഇല്ല. ഇത് നിറഞ്ഞ സദസ്സിൽ റെക്കോർഡ് ബ്രേക്കിംഗ് രീതി നിൽക്കുമ്പോഴാണ് വിഷു ചിത്രങ്ങൾ വരുന്നത്. ഏപ്രിൽ 10 മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന് പറഞ്ഞ ചിത്രം, സൈജു കുറുപ്പൊക്കെ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന ചിത്രമാണ്. ഈ ചിത്രം യഥാർത്ഥത്തിൽ തിയേറ്ററിൽ ഹിറ്റായില്ല. എൻ്റെ ഏറ്റവും രസം, ഇത് OTT വന്നപ്പോൾ ഭയങ്കര ഹിറ്റായി, ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. സായികുമാറൊക്കെ തകർത്ത് അഭിനയിച്ചു, സൈജു കുറുപ്പൊക്കെ തകർത്ത് അഭിനയിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള പടമാണ്, പക്ഷേ ഗംഭീര പടമാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് മോഹിനിയാട്ടം ഏപ്രിൽ 10 വരുന്നു. ഇനി ഏപ്രിൽ 15 കൃത്യം വിഷുവിന് 2 ചിത്രങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഏപ്രിൽ 10 റിലീസ് ചെയ്യേണ്ടുന്ന പള്ളിച്ചട്ടമ്പി, ഡിജോ ജോസ് ആന്റണിയാണ് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. ടോവിനെയാണ് പ്രധാന ലീഡ്. നല്ലപോലെ ബഡ്ജറ്റുള്ള സിനിമയാണ്. അതൊരു സാമൂഹ്യ പ്രതിയുള്ള സിനിമയും അത്യാവശ്യം ആക്ഷനും കാര്യങ്ങളും ഒക്കെ ഉള്ള എല്ലാം മിക്സ് ചെയ്തൊരു സിനിമയാണ്. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിനിമ വരുന്നത്. ടോവിനോയുടെ കുറച്ച് നാളിന് ശേഷം ഇറങ്ങുന്ന ഒരു സിനിമ, ഗംഭീര പ്രതീക്ഷ കൊണ്ടാണ്. പൃഥ്വിരാജിനകത്തുണ്ട് എന്നുള്ള സ്ട്രോങ് റൂമേഴ്സ് ഉണ്ട് താൻ. പിന്നെ കുഞ്ചാക്കോവന്റെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ, കുഞ്ചാക്കോവനെ നമ്മുടെ ദിലീഷ് പോത്തനൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഗംഭീര ട്രെയിലറാണ്. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ സിനിമ കാണണമെന്ന് ഭയങ്കരമായിട്ട് തോന്നും. കൊച്ചു സിനിമയായിരിക്കാം, പക്ഷെ അടിപൊളിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും ഇതിനകത്ത് ഏതൊക്കെ വിജയ ചിത്രങ്ങളാകാം. നിങ്ങൾ തന്നെ പറയുക, മോഹിനിയാട്ടമാണോ, അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിയാണോ, അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിലാണോ? ഇനി ഇത് അല്ല, വാഴ 2 തന്നെ വിഷു അടിച്ചുകൊണ്ട്, അതും വിഷു അടിച്ചുകൊണ്ട് പോവുമോ? ആര് കപ്പ് നേടുമെന്ന് നിങ്ങൾ കമൻസ് ഒന്ന് രേഖപ്പെടുത്തിയേക്കും.